ചേരുന്നത്. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ പി ജെ വിൻസെന്റ് നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. ഡോക്ടർ പി ജെ വിൻസെന്റ്, ഈ 48 മണിക്കൂറത്തെ അന്ത്യശാസ്ത്രമൊന്നും ഇറാൻ വകവെച്ചില്ല, അതിന് ഒരു വിലയും കൊടുത്തില്ല. മാത്രമല്ല, ആണവ കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്കോ നടത്തുന്ന ആക്രമണങ്ങൾക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകും, GCC മുഴുവൻ അതിന്റെ ഫലം അനുഭവിക്കും എന്ന മറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയുമാണ് ചെയ്തത്. ഈ 5 ദിവസത്തെ ഇടവേള പ്രഖ്യാപനത്തിലേക്ക് ട്രംപിനെ നയിച്ചത് എന്താണ്? കഴിഞ്ഞ മാർച്ച് 21-ന് ഇറാനിലെ എണ്ണ ശുദ്ധീകരണ പ്ലാന്റുകൾ ഇസ്രായേൽ ആക്രമിക്കുകയുണ്ടായി. അപ്പം അതിനെ തുടർന്ന് ഇറാന്റെ എണ്ണ പ്ലാന്റുകൾ ഇനി ആക്രമിക്കരുത്, അതിൽ ആക്രമിക്കുന്നത് ഇസ്രായേലിനെ വിലക്കും എന്നുള്ള പ്രസ്താവന ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നതോടുകൂടി യുദ്ധത്തിൽ ഒരു ദിശമാറ്റത്തിന്റെ സൂചന വളരെ വ്യക്തമായിരുന്നു. എന്നാൽ അതിന് പ്രതികാരമായി ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമോണ എന്ന പേരായ ഇന്ത്യയിലെത്തിയ ധാരാളം ഇന്ത്യക്കാർ, ഏകദേശം 7500ഓളം ഇന്ത്യക്കാർ ഇന്ത്യയിൽ നിന്നുള്ള മഹാരാഷ്ട്രയിൽ നിന്നുള്ള ജൂതന്മാർ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. അതിനടുത്ത് ഷിമോൺ പെരസ് പ്ലാന്റ് ഉണ്ട്, ആണവ പ്ലാന്റ് ആണ് ഇസ്രായേലിന്റെ. അത് ആക്രമിക്കപ്പെട്ടു. അതിൽ 200ഓളം ആളുകൾക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ട്. കാഷ്വാലിറ്റി ഉണ്ടായില്ല എന്നതാണ്. 2 ബാലിസ്റ്റിക് മിസൈലാണ് അവിടെ പതിച്ചത്. ഇതൊക്കെ യുദ്ധത്തിന്റെ ഒരു ദിശമാറ്റത്തിന്റെ സൂചന നൽകിയിരുന്നു. അതോടൊപ്പം ഗൾഫ് മേഖലയിലുള്ള ഡീസലൈനേഷൻ പ്ലാന്റുകളെ ആക്രമിക്കും എന്നുള്ള ഇറാന്റെ മുന്നറിയിപ്പ് ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുക. ഡോക്ടർ പി ജെ വിൻസെന്റ്, GCCയുടെ സമാധാനപരമായ ജീവിതത്തിന് മുകളിലേക്ക് ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടാകുന്നത് പോലെയല്ല ഇസ്രയേലിലേക്ക് കടന്നു കയറിയുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ. ഇപ്പൊ ഗസയിൽ യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും അതിൽ ഇസ്രയേലിന് നഷ്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, അങ്ങോട്ട് കടന്നുകൊണ്ടുള്ള ആക്രമണമാണല്ലോ. പക്ഷേ ഇറാന്റെ സമാധാനപരമായ ഇറാന്റെ സാമൂഹ്യ ജീവിതത്തിന് മുകളിൽ, ജനങ്ങളുടെ ജീവന് മുകളിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ സമ്മർദ്ദം ശക്തമാണ്, തീർച്ചയായിട്ടും അതെ. തീർച്ചയായിട്ടും സമ്മർദ്ദം ശക്തമാണെന്ന് മാത്രമല്ല, ഇസ്രായേൽ ഒരു ആണവ ശക്തിയാണ്. 5 പഞ്ചവായ ശക്തികൾക്ക് പുറമെ നോർത്ത് കൊറിയയും ഇസ്രായേലും ഇന്ത്യയും പാകിസ്ഥാനും, ഈ 4 രാജ്യങ്ങൾക്കാണ് ആണവായുധമുണ്ട് എന്നുള്ളത് ലോകം അംഗീകരിച്ചിട്ടുള്ളത്, അനൌദ്യോഗികമാണെങ്കിൽ കൂടി. അപ്പൊ ഇസ്രായേലിന്റെ ആണവ പ്ലാന്റുകളും ആണവ ഗവേഷണ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെക്കാൻ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് കഴിയുന്നുണ്ട്. ഏറെക്കുറെ കൃത്യതയോടുകൂടി തന്നെ ആക്രമം മിസൈൽ പതിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇസ്രായേലിന്റെ ചെറുനഗരങ്ങൾ, ഇപ്പൊ നെഗവ് മരുഭൂമിയിലുള്ള ഒരു ചെറുനഗരമാണ് ആർദ, അതുപോലെ തന്നെ ഈ ഡിമോണ, ഈ നഗരങ്ങളൊക്കെ ആക്രമണത്തിന്റെ പരിധിയിൽ വന്നു. അപ്പോൾ ഇസ്രായേലിലെ സിവിലിയൻ കേന്ദ്രങ്ങളും ആക്രമണത്തിന് ഇരയാവുന്നു വരുന്നു. അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലെ ഡീസലൈനേഷൻ പ്ലാന്റുകളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി ഇപ്പോഴും ശക്തമാണ്. ഡീസലൈനേഷൻ പ്ലാന്റുകൾ ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇറാന്റെ ഗൾഫ് രാജ്യങ്ങളുടെ കുടിവെള്ളം മുട്ടും. അത് ചെറിയ സാഹചര്യമൊന്നുമല്ല. ഇതോടൊപ്പം അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജിയിൽ ഒരു പ്രധാന മാറ്റം വന്നത്, അവർക്കിപ്പോൾ കാർഗ് ഐലൻഡ് പിടിച്ചെടുത്ത് ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രണത്തിൽ വരുത്തി യുദ്ധം അവസാനിപ്പിക്കുക എന്ന നിലയിലേക്ക് അമേരിക്കയുടെ സ്ട്രാറ്റജി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു സൂചന. പക്ഷെ അവിടെയും കടുത്ത മുന്നറിയിപ്പുണ്ടല്ലോ, ഇറാന്റെ തീരത്തെയോ ദ്വീപുകളെയോ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ വിചാരിക്കാത്ത തരത്തിലുള്ള തിരിച്ചുള്ള ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ ഒരു സംശയത്തിനും ഇട നൽകാതെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും തിരിച്ചടിക്കാനുള്ള ഇറാന്റെ ശേഷിയെ കുറച്ച് കാണാൻ സാധിക്കില്ല. അതേസമയം അവർക്ക് പ്രതിരോധിക്കാനുള്ള ഒരു ശേഷിയുമില്ല എന്നതും വളരെ പ്രസക്തമാണ്. അവരുടെ ഭരണാധികാരികളെയോ അവരുടെ IRGCയുടെ നേതാക്കന്മാരെയോ ഒന്നും ജീവനോ ജനങ്ങളുടെ സമ്പത്തിനോ സുരക്ഷിതത്വം നൽകാൻ പറ്റുന്ന ഒന്നും ഇറാന്റെ കയ്യിലില്ല. അതേസമയം അവർക്കിപ്പോഴും തിരിച്ചടിക്കാനുള്ള ശേഷി ശക്തമാണ്. അപ്പൊ അതുകൊണ്ട് ഈ തിരിച്ചടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഗൾഫിലെ രാജ്യങ്ങളുടെ എണ്ണ ശുദ്ധീകരണ പ്ലാന്റുകളും ഇൻഫ്രാസ്ട്രക്ചറുകളും ഡീസലൈനേഷൻ പ്ലാന്റുകളും ഇനിയും ആക്രമിക്കാനുള്ള ശേഷി ഇറാനുണ്ട്. അതോടൊപ്പം ഹോർമൂസ് കടലിടുക്കിലുള്ള ഗതാഗതം ഏറെക്കുറെ നിലച്ചിട്ട് കുറെ ദിവസമായി. അതും വളരെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ സൗഹൃദ രാജ്യങ്ങൾക്ക് അതിനുള്ള അവസരം ഒരുക്കും എന്നതുകൂടി ഇറാന്റെ വാഗ്ദാനമാണ്. തീർച്ചയായിട്ടും അതെ. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു നെഗോഷിയേറ്റർ സെറ്റിൽമെന്റിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള ഒരു നേരിയ സാധ്യത തീർച്ചയായിട്ടും ട്രംപിന്റെ ഈ വാക്കുകളിലുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് പ്രതീക്ഷയ്ക്ക് പകരം നൽകുന്ന കാര്യമല്ല. പ്രതീക്ഷ നിർഭരമാണെങ്കിൽ കൂടി ഇസ്രായേൽ ഏത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നതിന് 3ാമത്തെ ചർച്ച കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് യുദ്ധം ഇനീഷ്യേറ്റ് ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞു. അതുകൊണ്ട് ഇക്കാര്യത്തിലൊക്കെ അൾട്ടിമേറ്റ് ആയിട്ട് പലപ്പോഴും തീരുമാനമെടുക്കുന്നത് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നായിരിക്കും. ഒരുപക്ഷെ അമേരിക്കയുടെ ഒരു ശക്തമായ നിലപാടിനെ പോലും അതിലംഘിച്ചുകൊണ്ട് യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സൈനിക ഇസ്രായേൽ തീരുമാനിച്ചാൽ അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.
അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. ഏതായാലും ഇത് പ്രതീക്ഷാവർദ്ധനമാണ് എന്ന കാര്യത്തിൽ സംശയം. ശരി, വളരെയധികം നന്ദി ഡോക്ടർ പി ജെ വിൻസെന്റ് ഞങ്ങളോട് സംസാരിച്ചതിന്.